കഴിഞ്ഞ ദിനം സോണിക്ക് വേണ്ടി മുൻ ഇന്ത്യൻ കോച്ചായ രവി ശാസ്ത്രി ഒരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചില വാക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം, ഞാനായിരുന്നു ഇന്ത്യൻ ടീമിന്റെ സെലക്ടറെങ്കിൽ വിരാട് കോഹ്ലിയെ, നമ്മുടെ ഇതിഹാസ നായകനായിരുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റ് ലോകത്തെ മോഡേൺ ഡേ ഗോട്ടായ വിരാട് കോഹ്ലിയെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം സ്ട്രൈറ്റ് ആയി അദ്ദേഹത്തെ ഞാൻ ക്യാപ്റ്റനായി നിയമിക്കുമായിരുന്നു എന്നാണ് രവി ശാസ്ത്രി തന്റെ അഭിമുഖത്തിൽ ഏതാണ്ട് ഒരു വികാര ധീനനായി തന്നെ പറഞ്ഞിട്ടുള്ളത്. രവി ശാസ്ത്രി അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന ഇതിനകം തന്നെ ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, രവി ശാസ്ത്രിയും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഒരു സമയത്ത് ഏറ്റവും മികച്ച ക്യാപ്റ്റൻ കോച്ച് ഡ്യൂ ആയിരുന്നു ഇരുവരും. നമുക്കറിയാം 18ാം നമ്പർ ജെയ്സിയുടെ ഉടമയായ വിരാട് കോഹ്ലി കഴിഞ്ഞ RCB കപ്പടിച്ച IPL സീസണിന് ശേഷം, മത്സരത്തിന് ശേഷം അദ്ദേഹം വളരെ വികാരഭരിതനായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കരച്ചിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം 18 സീസണിന്റെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു RCB ആദ്യമായിട്ട് ഈ IPL കിരീടം നേടുന്നത്. അപ്പോൾ അതിനുശേഷം ഗ്രൗണ്ടിൽ നടന്ന സംഭവങ്ങളിൽ ഒന്ന്, വിരാട് കോഹ്ലി ആ ഒരു ആൾക്കൂട്ടത്തിൽ തന്നെ അഭിനന്ദിക്കാൻ എത്തിയ ആൾക്കൂട്ടത്തിൽ അദ്ദേഹം തിരയുന്നത് രവി ശാസ്ത്രിയാണ്. രവി ശാസ്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം ഓടിച്ചെന്ന് രവി ശാസ്ത്രിയെ കെട്ടിപ്പിടിക്കുന്നു. രവി ശാസ്ത്രി ഒരു വലിയ രീതിയിലുള്ള ആലിംഗനം നടത്തുന്നു. രവി ശാസ്ത്രിയും ആ ഒരു സന്തോഷം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. ഇരുവരുടെയും കണ്ണുകൾ നിറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ രവി ശാസ്ത്രി എത്രത്തോളം വിരാട് കോഹ്ലിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭമായിരുന്നു അന്ന് IPL ഫൈനലിൽ ആ ഒരു മത്സരത്തിന് ശേഷം നമ്മൾ കണ്ടത്. അത്രയും വിരാട് കോഹ്ലിക്ക് സപ്പോർട്ട് നൽകിയ കോച്ചായിരുന്നു രവി ശാസ്ത്രി.